ഹായ് കൂട്ടുകാരെ, ജാനി നേനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുമ്പളങ്ങ കൊണ്ടുള്ള തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പിച്ചാത്തിക്ക് മൂർച്ചയില്ലാത്തതാണോ അതോ എൻ്റെ കൈക്ക് ബലം കുറഞ്ഞിട്ടാണോ എന്നറിയില്ല. കുമ്പളങ്ങയുടെ തൊലി മുറിച്ചെടുക്കാൻ ഭയങ്കര പാടായിരുന്നു. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് കുമ്പളങ്ങയുടെ തൊലിയൊക്കെ മാറ്റി ചെറിയ കഷ്ണങ്ങളാക്കി അതിനകത്ത് കുരു എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. കുമ്പളങ്ങ തോരൻ വെക്കാൻ പാകത്തിനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ആദ്യം ഞാൻ കൈ കൊണ്ട് അരിഞ്ഞ് നോക്കി, അപ്പം അത് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. പിന്നെ ചേട്ടൻ പറഞ്ഞു നമുക്ക് കട്ടിംഗ് ബോർഡ് വെച്ച് അരിഞ്ഞെടുക്കാവുന്ന. അങ്ങനെ ചേട്ടൻ ആ കുമ്പളങ്ങയെല്ലാം കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞു തന്നിട്ടുണ്ട്. കുമ്പളങ്ങ ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ്. ഇത് ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യാനും ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം അകറ്റാനും സഹായിക്കുന്നു. കൂടാതെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ശരീരത്തിന് തണുപ്പ് നൽകാനും കുമ്പളങ്ങ കഴിക്കുന്നത് വളരെ ഉപകാരപ്രദമാണ്. അങ്ങനെ കുമ്പളങ്ങയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായി തിരുമിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചേക്കാം. അങ്ങനെ വെക്കുമ്പം അതിൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ ഊറി വരും. നമുക്കത് ഞെക്കി പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം തോരൻ വെക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ തോരൻ വെക്കുമ്പം ഇതെല്ലാം കൂടെ കുഴഞ്ഞിരിക്കും. കുമ്പളങ്ങയുടെ നീര് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി. ഇത്രയും ബലം പിടിച്ച് ഇങ്ങനെ പിഴിഞ്ഞ് കളയേണ്ട കാര്യമില്ല. ഇങ്ങനെ ചെയ്താൽ അതിനുള്ളിൽ ഒട്ടും ജലാംശം കാണത്തില്ല. നമ്മൾ തോരൻ വെക്കുമ്പം അത് ചട്ടിയുടെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ചെറിയൊരു കുമ്പളങ്ങയായിരുന്നു, അത് അരിഞ്ഞ് പിഴിഞ്ഞെടുത്തപ്പോൾ ഇത്രയും വെള്ളം അതിനകത്തുണ്ടായിരുന്നു. ഇനി നമുക്ക് തോരൻ വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 2 കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി ചേർത്ത് നന്നായി ചതച്ചെടുക്കണം. ഇനി ഈ അരപ്പ് നമ്മുടെ കുമ്പളങ്ങയിലേക്ക് ചേർത്ത് നന്നായി നമുക്ക് പുരട്ടിയെടുക്കാം. നമ്മൾ ആദ്യം ഉപ്പ് ചേർത്ത് കൊടുത്തതുകൊണ്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ഇനി ആഡ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഉപ്പ് അധികമായി പോകാൻ സാധ്യതയുണ്ട്. ഇനി തോരൻ തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായപ്പം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കൈപ്പിടി അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരി ഒന്ന് മൂത്ത് വന്നപ്പം അതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുമ്പളങ്ങ ചേർത്ത് നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഒരു 10-15 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ചെറുതായിട്ട് അടുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ നന്നായിട്ട് ഇളക്കി കുറച്ച് വെള്ളം കൂടെ ചേർത്ത്, അന്നേരം ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. അങ്ങനെ ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടി ഇളക്കിയിട്ട് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ കുമ്പളങ്ങയുടെ നീര് പിഴിയുമ്പം ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി എന്ന് പറയുന്നത്. ഒരുപാട് പിഴിഞ്ഞെടുക്കുമ്പം ഇതിനകത്ത് ഒട്ടും ജലാംശം കാണത്തില്ല, പിന്നെ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. കുമ്പളങ്ങയിൽ വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. കുമ്പളങ്ങ ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ്. ഇത് ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ തടയുകയും കോശങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുമ്പളങ്ങ തോരൻ റെഡിയായിട്ടുണ്ട്. വളരെ രുചികരവുമായ ഒരുപാട് ആരോഗ്യഗുണമുള്ള ഈ തോരൻ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതിലേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.